മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. നേതാക്കന്മാർ കൂട്ടത്തോടെ തമ്മിൽ തല്ലുകയാണ്. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് പോവുകയാണ്. നിലവിൽ മമതയ്ക്കെതിരായ കലാപത്തിന് പിന്നാലെ ബംഗാളിൽ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മമതാ ബാനർജിയെ നിയമസഭയിലേക്ക് എത്തിക്കാൻ താൽപര്യമറിയിച്ച് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ MLA ഹുമയൂൺ കബീർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുർഷിദാബാദിലെ തന്റെ രണ്ടാമത്തെ സീറ്റ് മമതയ്ക്കായി ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാണ് എന്നാണ് കബീർ പറയുന്നത്. നൌഡയിൽ നിന്നും രജി നഗറിൽ നിന്നും ഹുമയൂൺ കബീർ വിജയിച്ചിരുന്നു. രജി നഗറിൽ നിന്നും മമതയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ഹുമയൂണിന്റെ വാഗ്ദാനം. ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്ന് പ്രസ്താവനയിലൂടെ ശ്രദ്ധേയനായ ഹുമയൂണിനെ പാർട്ടി അച്ചടക്ക ലംഘനത്തിന് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു. മമത ആവശ്യപ്പെടുകയാണെങ്കിൽ തന്റെ സീറ്റുകളിൽ ഒരെണ്ണം നൽകാമെന്നാണ് ഹുമയൂൺ വ്യക്തമാക്കുന്നത്. കൊൽക്കത്തയിലെ ഭവാനിപൂരിൽ നിന്ന് മത്സരിച്ച ബാനർജി നിലവിൽ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയോടാണ് പരാജയപ്പെട്ടത്. നിലവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മമത സ്ഥാനാർത്ഥിയായാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം മമതയ്ക്കെതിരെ വലിയ രീതിയിൽ ജനവികാരം കത്തി നിൽക്കുകയാണ്. നിലവിൽ അസംബ്ലിയിൽ ഇല്ലാത്ത മമത ബാനർജിക്ക് അസംബ്ലിയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. അതേസമയം മമതയ്ക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിലവിൽ പ്രതിപക്ഷ നേതാവ് പദവി സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് വളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്താണ് പുതിയ ട്വിസ്റ്റ്. തൃണമൂലിന്റെ 60 MLA-മാരിൽ 58 പേരും ഋതുപ്രത ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ഋതുപ്രതയ്ക്ക് പിന്തുണ നൽകിയ MLA-മാരിൽ ചിലർ ഇടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പങ്കെടുത്തത് 32 MLA-മാർ മാത്രമാണ്. പുറത്താക്കപ്പെട്ട ശേഷം ഹുമയൂൺ കബീർ സ്വന്തം പാർട്ടിയായ ആം ജനതാ ഉന്നയൻ പാർട്ടി രൂപീകരിച്ചിരുന്നു. ഇത് മമത നേരിടുന്ന സാഹചര്യം തന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ ഹുമയൂൺ ഇന്ന് താൻ എന്തായിട്ടുണ്ടോ അതിന്റെ പ്രധാന കാരണക്കാരി മമതയാണെന്നാണ് പറയുന്നത്. നിലവിൽ മമതയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചേക്കില്ല. പക്ഷേ രജി നഗറിൽ അവസാന വാക്ക് തന്റേതായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തെ തുടർഭരണം നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മമത അനുഭവിക്കുന്നത്. മമത ആരംഭിച്ച തൃണമൂലിൽ മമതയ്ക്ക് ഇടമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 2011 മുതലുള്ള മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. മത്സരിച്ച സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടു. പാർട്ടി എമ്മുമാർ തെരുവിൽ കയ്യേറ്റം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും ഒടുവിൽ ആകെ ജയിച്ച 80 പേരിൽ 60 പേരും എതിരാവുകയും ചെയ്തു. മമതയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ വിമത നീക്കമാണ് TMCയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ മമതയും TMCയും തകർത്ത CPIM-ൽ നിന്നുള്ള പാർട്ടിയും അതോടൊപ്പം തന്നെ CPM-ൽ നിന്നും പാർട്ടിയിലേക്ക് എത്തിയ ഋതുപ്രത ബാനർജിയും. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ BJP-യിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഉപതെരഞ്ഞെടുപ്പിൽ മമത മത്സരിച്ചാലും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.